എല്ലാവർക്കും നമസ്കാരം. മനുഷ്യജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു മഹാസംക്രമണത്തിനാണ് ഇനി കാലം സാക്ഷ്യം വഹിക്കാനായി പോകുന്നത്. 2026 എന്ന പുതുവർഷത്തിൽ കർമ്മഫലദാതാവ് എന്നറിയപ്പെടുന്ന ശനിദേവൻ തന്റെ സ്വന്തം രാശിയായ കുംഭത്തിൽ നിന്നും വ്യാഴത്തിന്റെ ആത്മീയ രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നുണ്ട്. ഇതിനെ ഒരു സാധാരണ മാറ്റമെന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ശനി ഒരു രാശിയിൽ 2.5 വർഷത്തോളം സഞ്ചരിക്കും. ഈ 2.5 വർഷം കൊണ്ട് തന്നെ ആ രാശിക്കാരുടെയും അതേപോലെ ശനിയുടെ ദൃഷ്ടി പതിയുന്നതായ മറ്റ് രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ പാഠങ്ങൾ, ചിലപ്പോൾ വലിയ നേട്ടങ്ങൾ, മറ്റു ചിലപ്പോൾ പറഞ്ഞാൽ അത് കടുത്ത പരീക്ഷണങ്ങൾ ഒക്കെയും തന്നെ ശനി പ്രദാനം ചെയ്യാറുണ്ട്. കുംഭം എന്ന വായുരാശിയിൽ നിന്നും മീനം എന്ന ജലരാശിയിലേക്കുള്ള ശനിയുടെ ഈ ഒരു പ്രയാണം ലോകത്തിൽ തന്നെ സാമ്പത്തികമായും അതേപോലെ ആത്മീയമായും പല തലങ്ങളിലുള്ള മാറ്റങ്ങൾ 2026 കൊണ്ടുവരുന്നതാണ്. പലരുടെയും പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ കെട്ടിക്കിടന്ന കർമ്മങ്ങളുടെ കണക്കെടുപ്പ് കൂടി തുടങ്ങുന്ന സമയമാണ് വരാൻ പോകുന്ന 2026. അപ്പോൾ ഈ ശനിമാറ്റം ആരുടെയൊക്കെ ജീവിതത്തിലാണ് കോടീശ്വര യോഗം കൊണ്ടുവരുന്നത്? കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ് ഐശ്വര്യത്തിന്റെ വാതിലുകൾ ഏതൊക്കെ രാശിക്കാർക്ക്, അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്കാണ് തുറക്കുവാൻ, അതായത് അവരുടെ മുന്നിലേക്ക് ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുവാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഈ മീനം രാശി എന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. കൂടാതെ മോക്ഷത്തിന്റെ കൂടെ രാശിയാണ്. അപ്പോൾ ത്യാഗത്തിന്റെയും ആത്മീയതയുടെയും 12ാം ഭാവം. കർക്കശക്കാരനാണല്ലോ ശനി. അപ്പോൾ ഗുരുവായ വ്യാഴത്തിന്റെ വീട്ടിലേക്ക് ശനി എത്തിച്ചേരുമ്പോൾ ശനി ഇവിടെ ശാന്തനാവുകയും പക്ഷേ കൂടുതൽ ആഴത്തിൽ ശനിയുടെ പ്രവർത്തന മേഖല വികസിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ മാനസികമായും മാറ്റങ്ങൾ വന്നു ചേരും. കൂടുതൽ പറയുമ്പോൾ കുംഭത്തിൽ ശനി സമൂഹത്താകെ ബാധിക്കുന്ന കാര്യങ്ങളിലാണ് ഇടപെടുന്നതെങ്കിൽ മീനത്തിലാകുമ്പോൾ അത് വ്യക്തിപരമായ ഒരു തിരിച്ചറിവിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രഹസ്യമായ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാകും. വിദേശ യാത്രകൾക്കുള്ള അവസരം ചില നക്ഷത്രക്കാർക്ക് സംജാതമാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യം ജനിക്കും. അതോടൊപ്പം തന്നെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികളും വന്നു ചേരും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചില നക്ഷത്രക്കാർക്ക് ഈ ശനി ഒരു അത്ഭുത വിളക്കായി മാറാൻ പോവുകയാണ്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ശനിയുടെ ഈ ഒരു മാറ്റം നിമിത്തം ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നത് ഇടവം രാശിക്കാരാണ്. കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഒരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ ഇടവം രാശിയുടെ 11ാം ഭാവത്തിലേക്കാണ്, അതായത് ലാഭസ്ഥാനത്തേക്ക് തന്നെയാണ് ശനി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി ശനിയിൽ നിങ്ങൾക്ക് ലഭിക്കാനില്ല എന്ന് തന്നെ പറയാം. കഷ്ടപ്പാടുകളുടെ പ്രതിഫലം ഉണ്ടാകുന്നതാണ്. പലിശ സഹിതം പണം തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. കടം കൊടുത്തതാകട്ടെ അല്ലെങ്കിൽ ഏതാകട്ടെ, അല്ലെങ്കിൽ കുടിശ്ശികയായിരുന്ന ധനമാകട്ടെ ഒക്കെയും പലിശ സഹിതം നിങ്ങളിലേക്ക് വന്നു ചേരും. തൊഴിലിൽ വലിയൊരു സ്ഥാനക്കയറ്റവും ബിസിനസ്സിലും അപ്രതീക്ഷിത ലാഭം, മുടങ്ങിക്കിടന്നതായ ധനം പല വഴികളിൽ കൈവശം വന്നു ചേരും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും സമൂഹത്തിൽ നിങ്ങളുടെ പദവി, ഇപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നതായ ആ ഒരു രീതികൾ, ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഉയർച്ചയുണ്ടാകുന്നതാണ് എന്നതിൽ ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിക്കാർക്ക് ശനി യോഗകാരകനാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ കടബാധ്യതകൾക്ക് ഒക്കെയും തീർപ്പാക്കാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്ന വർഷമായിരിക്കും 2026. നിയമപരമായ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. മത്സര പരീക്ഷകൾ, ബിസിനസ് മത്സരങ്ങൾ, ഇതിലൊക്കെയും നിങ്ങൾക്ക് മുന്നിലെത്താനായി സാധിക്കും. മുന്നേറ്റം ഉണ്ടാകും. കഠിന അധ്വാനം ചെയ്യുന്നവർക്ക് വലിയ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് 2026. ആരോഗ്യം മെച്ചപ്പെടുകയും അതുവഴി തന്നെ പ്രവർത്തന ശേഷി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം
മകരം രാശിക്കാർക്ക് 7 ശനിയിൽ നിന്ന് പൂർണ്ണമായി മോചനം ലഭിക്കുന്ന സമയമാണ്. അത് തന്നെ നിങ്ങൾക്കൊരു വലിയ ആശ്വാസമാണ് മാറുന്നത്. ശനിയുടെ 3ാം ഭാവത്തിലേക്ക്, അതായത് ധൈര്യ വീര്യ സ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങളെ ശനി കെട്ടിയിട്ടിരുന്ന ഒരു ചങ്ങലകളൊക്കെ ഭേദിച്ച് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസം വാനോളം ഉയരുന്നു. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ വലിയ സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുകയും ചെറിയ യാത്രകളിലൂടെ തന്നെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുകയും സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം തന്നെ മകരം രാശിക്കാർക്ക് ഉണ്ടാകുന്ന സമയമായിരിക്കും പുതുവർഷം 2026. ഇവിടെ ഭാഗ്യം കൂടുതലായി വരുന്ന 3 രാശിക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ വരുന്ന ആ രാശിക്കാരെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ രാശിയായി വരുന്ന മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. അപ്പോൾ 10ാം ഭാവത്തിലെ ശനി കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരികയും ജോലിഭാരം കൂടും. അതേപോലെ കഠിനമായി അധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ള അംഗീകാരവും പണവും ഒക്കെ ലഭിക്കുമ്പോഴും അല്പം ചിലവൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗുണവും കൂടുതലാകുകയില്ല, ദോഷവും കൂടുതലാവുകയില്ല. രണ്ടും ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയിൽ പോകും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെ മിഥുനം രാശിക്കാർക്ക് കാണുന്നില്ല. പുണർദം, പൂയ, ആയില്യം, കർക്കിടകം രാശിക്കാർക്കും പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടുന്ന സമയമായിരിക്കും 2026. ആത്മീയ കാര്യങ്ങളിലൊക്കെ വലിയ പുരോഗതിയൊക്കെ ഉണ്ടാകും. വിദേശ യാത്രകൾക്കൊക്കെ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ അതുകൊണ്ട് ഗുണം വന്നു ചേരുന്ന സമയം കൂടിയായിരിക്കും. ഈ വിശാഖം, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിക്കാർക്ക് കുട്ടികളുടെ കാര്യത്തിൽ, നിങ്ങളുടെ മക്കളുടെ സന്തതികളുടെ കാര്യത്തിൽ അല്പം ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുന്ന വർഷമായിരിക്കും. ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഊഹക്കച്ചവടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് 2026 നിങ്ങൾക്ക് വളരെ ഫലം ചെയ്യും. പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാകുന്നുണ്ട്. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് ഗൃഹത്തിൽ അന്തരീക്ഷം അല്പം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. വീട് പണി അല്ലെങ്കിൽ വാഹനം വാങ്ങൽ എന്നിവയ്ക്ക് അല്പം തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഏത് കാര്യവും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വർഷമായിരിക്കും 2026. അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൂടുതലായി നിങ്ങൾക്ക് കൊടുക്കേണ്ടത് കൂടിയാണ്. ഇനി ശനി ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കുറച്ച് രാശിക്കാരുണ്ട്. അവരത് ഭയപ്പെടുകയൊന്നും വേണ്ട. അല്പം ജാഗ്രതയോടുകൂടി, അതായത് ഏത് കാര്യവും അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതിയാകും. അതിൽ ആദ്യത്തെ രാശി അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിയാണ്. 7 ശനി തുടങ്ങുകയാണ്. അപ്പോൾ ശനി 12ാം ഭാവത്തിലേക്ക് വരുന്നത്. ഇത് അപ്രതീക്ഷിതമായ ചെലവുകൾ അല്ലെങ്കിൽ ആശുപത്രിവാസം, വീട് ഒക്കെ വിട്ടുമാറി നിൽക്കേണ്ടതായ സമയം, പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടുതലായ ശ്രദ്ധ കൊടുക്കേണ്ടതായ സമയമാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിക്കാർക്കും വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. വിട്ടുവീഴ്ച മനോഭാവമൊന്നും ആരോടും കാണിക്കാതിരിക്കുക. പെട്ടെന്നുള്ള തടസ്സങ്ങൾ, അപമാനം, ധനനഷ്ടം എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ളതിനാൽ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വളരെ സൂക്ഷിച്ച് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ക്ഷമയോടുകൂടി വേണം ഏത് കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനായിട്ട്. ഉത്തരാത്തം, ചിത്ര, കന്നി രാശിക്കാർക്കും പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ അല്പം പ്രശ്നങ്ങൾ വരുന്ന ഒരു വർഷമായിരിക്കും ശനി നിമിത്തം. പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ, അത് ബിസിനസ്സിലാകട്ടെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലാകട്ടെ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യത്തെയും ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതേപോലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭം രാശിക്കാർക്കും കുടുംബ ധനസ്ഥാനത്തേക്ക് ശനി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനപരമായ ഒരു ഞെരുക്കം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാനസികമായ അല്പം സമ്മർദ്ദം, ആരോഗ്യപരമായ ഒരു ഉന്മേഷക്കുറവ്, കഠിനാധ്വാനം ചെയ്താലും അതിനുള്ള ഫലം ലഭിക്കാത്തൊരവസ്ഥയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തത് ഇനി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായ അവസ്ഥ വരും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അല്പം ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ അല്പം ശ്രദ്ധ ഏത് കാര്യത്തിനും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ശനിയുടെ ഒരു മാറ്റം ഒരു സൂചന മാത്രമാണ്. അപ്പോൾ ഇവിടെ കോടീശ്വര യോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രാർത്ഥന, അതേപോലെ നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്താൽ അതിനുള്ള ഫലം ഭഗവാൻ തരും. മോശ സമയമുള്ളവരാണെങ്കിൽ പോലും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശനിദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമാണ്. അതേപോലെ പാവപ്പെട്ടവരായ ആളുകൾക്ക്, പ്രായമായ ആളുകളെയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നത്, സൽക്കർമ്മം ചെയ്യുന്നത് ശനിയുടെ പ്രീതി
നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ 2026 ഈ ശനിമാറ്റം എല്ലാവർക്കും നല്ലതായ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ, ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും ഒഴിഞ്ഞു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.